ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നുള്ളത്. കാരണം നമ്മളെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനോടനുബന്ധിച്ച് നടന്ന പവർ ഗ്രൂപ്പ്, അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ നടന്ന പലവിധ ആരോപണ പ്രത്യാരോപണങ്ങൾ, അതോടൊപ്പം തന്നെ നടന്മാരുടെയും സംവിധായകരുടെയും പേരിൽ വന്നിട്ടുള്ള ആരോപണങ്ങൾ, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഇടയിൽ നിന്നിട്ടുണ്ടായില്ല ലൈംഗിക ആരോപണങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ചർച്ചയായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന ആ വിഷയമൊന്നുമല്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ സിനിമയുമായി ബന്ധപ്പെട്ട് റിവ്യൂ ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട്. മലയാള സിനിമയിലും എല്ലാ സിനിമാ മേഖലയിലും ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ഇത്തരം റിവ്യൂകൾ വരാറുണ്ട്. മലയാള സിനിമയെ തകർക്കാൻ വേണ്ടിയാണ് റിവ്യൂവേഴ്സ് ശ്രമിക്കുന്നതെന്ന ആരോപണം കുറച്ചു മുമ്പുണ്ടായിരുന്നു. അതിന്റെ പേരിൽ കേസുകളും ബാക്കി കാര്യങ്ങളുമായിട്ട് ഒരുപാട് സംഗതികൾ നടന്നിരുന്നു. അതിനിടയിൽ കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു പ്രമുഖ യൂട്യൂബ് റിവ്യൂവറായ ഉണ്ണി വ്ളോഗ്സ്, സിനിഫിലെ എന്ന യൂട്യൂബ് ചാനലുള്ള ഉണ്ണി വ്ളോഗ്സിന്റെ ഉണ്ണി ചെയ്ത ഒരു വീഡിയോ, ബാഡ് ബോയ്സ് എന്ന ചിത്രത്തെ പറ്റി, ഒമർ ലുലു സംവിധാനം ചെയ്ത ചിത്രമാണ് ബാഡ് ബോയ്സ്. റഹ്മാൻ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച് തിയേറ്ററുകളിൽ ഓണർ റിലീസായി വന്ന ചിത്രമാണ്. ഈ ചിത്രത്തിന്റെ റിലീസിന് ശേഷം ഉണ്ണി വ്ളോഗ്സ് കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു റിവ്യൂ ചെയ്തിരുന്നു. ആ റിവ്യൂ എന്താണ്, ആ സിനിമ വളരെ മോശമാണ് എന്നുള്ള രീതിയിലാണ് ഉണ്ണി സംസാരിച്ചത്. പറഞ്ഞു വരുന്നത്, അപ്പോൾ ആ ഉണ്ണി അങ്ങനെയുള്ള സംസാരങ്ങൾ നടത്തിയതിനു ശേഷം അതിന്റെ പ്രൊഡ്യൂസറായ ആള് ഉണ്ണിയെ വിളിക്കുകയും കടുത്ത രീതിയിലുള്ള ഭീഷണികൾ നടത്തുകയും ഈ എന്താണ് റെക്കോർഡ് ചെയ്ത വീഡിയോ ആയി യൂട്യൂബിൽ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അതും ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം കാര്യങ്ങൾ സംഭവിക്കുകയുണ്ടായി. ഉണ്ണി ആ വീഡിയോ, അയാളുമായിട്ട് സംസാരിക്കുന്ന ഓഡിയോ റെക്കോർഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിൽ തന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. വളരെ ഭീഷണിയാണ് അദ്ദേഹം അതിൽ നടത്തിയിട്ടുള്ളത്. ഞാൻ നിന്റെ വീട്ടിൽ വരുമെന്നും കൂടെ ആളെ കൂട്ടുമെന്നും, പോലീസിനെയാണോ കൂടെ കൂട്ടുക എന്ന് പറയുമ്പോൾ പോലീസാണോ മറ്റുള്ളവരാണോ എന്നൊക്കെ താൻ പിന്നെ കണ്ടാൽ അറിയും എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത്. അവസാനം ഈ നമ്മുടെ ഉണ്ണി വ്ളോഗ്സിന്റെ ഇതിൽ നിന്നും, കണ്ടന്റിൽ നിന്നും ഈ ആൾക്കെതിരെ ചെയ്ത വീഡിയോയും അതോടൊപ്പം തന്നെ ആ സിനിമയെ പറ്റി ചെയ്ത വീഡിയോയും റിവ്യൂവും രണ്ടും ഉണ്ണി ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. കാരണം സിനിമാ മേഖലയിൽ ഇത്തരം ഭീഷണികൾ റിവ്യൂവേഴ്സിന്, യൂട്യൂബേഴ്സിന് നേരെ വരുമ്പോൾ അവർ എന്താണ്, യുണ്ണി വ്ളോഗ്സ് ഒക്കെ വളരെ കാര്യക്ഷമമായി പൊതുവിഷയങ്ങളിലടക്കം അഭിപ്രായങ്ങളും ഒപ്പീനിയനും പറയുന്ന ഒരു വ്യക്തിത്വമാണ്. എന്നിട്ട് പോലും ഇത്തരം ഒരു കാര്യത്തിലേക്ക്, ഇത്തരം ഒരു അവസ്ഥയിലേക്ക് അയാൾ തന്നെ എത്തിയപ്പോൾ അയാൾ അതിൽ നിന്ന് പിന്മാറി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇതൊരു വളരെ വലിയൊരു ഭീഷണി സംഘമാണ്. കാരണം ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ മോശമാണെന്നുള്ള അഭിപ്രായം കൊണ്ട് ആളുകൾ കാണാതിരിക്കുകയും സിനിമയ്ക്ക് നഷ്ടമുണ്ടാവുകയും ചെയ്യുന്ന സാധ്യതകളുണ്ട്, അത് തീർച്ചയാണ്. പക്ഷെ അത് പറഞ്ഞാലും ഇല്ലെങ്കിലും സിനിമ കാണുന്നവർ കാണും. അത് നല്ല സിനിമയാണെങ്കിൽ ജനങ്ങൾ നല്ല അഭിപ്രായം പറയും, കൂടുതൽ ആളുകൾ തിയേറ്ററുകളിൽ എത്തും. ആസിഫ് അലിയുടെ അടുത്ത കാലത്തെ ചിത്രങ്ങൾ നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ ആസിഫ് അലിക്ക് പല രീതിയിലുള്ള പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിനിമാ മേഖലയിൽ സംബന്ധിച്ചിടത്തോളം. ആസിഫ് അലി എന്താണ് അത്തരം കാര്യങ്ങളിൽ സിനിമയിൽ സെലക്റ്റീവ് ആവണം എന്നുള്ള രീതിയിലുള്ള കമന്റ്സുകളും അദ്ദേഹത്തിന്റെ ഫാൻസുകളുടെ അടുത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഈ അടുത്ത കാലത്ത് വന്ന തലവൻ, അതുപോലെ തന്നെ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കിഷ്കിന്ധയൊക്കെ ആസിഫ് അലിയുടെ സിനിമയാണ്. എന്നിട്ട് പോലും അത് ഉഗ്ര വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു നടനോ സംവിധായകനോ ഒരു സിനിമയിൽ മോശമായത് കൊണ്ട് അയാളുടെ കരിയർ ഇല്ലാതാവുന്നില്ല. മാത്രമല്ല, നല്ല കണ്ടന്റുമായി വന്നാൽ, നല്ല സിനിമകളുമായി വന്നാൽ ജനങ്ങൾ അയാളെ പിന്തുണക്കുമെന്നും അതോടൊപ്പം തന്നെ അയാൾക്ക് ആ സിനിമാ മേഖലയിൽ തുടർന്നും സ്ഥാനങ്ങളും അയാളുടേതായ മേധാവിത്വം ഉണ്ടാവുമെന്നുമാണ് വ്യക്തമാവുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ആസിഫ് അലിയുടെ ഇറങ്ങിയ സിനിമകളിലൊക്കെ പ്രൊഡ്യൂസർമാർ അതിന് റിവ്യൂ ചെയ്ത ആളുകളെയൊക്കെ മോശമായി ഭീഷണിപ്പെടുത്തുകയോ ഇതാക്കുകയോ ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇപ്പോൾ വന്ന ചിത്രങ്ങളൊക്കെ വിജയങ്ങളുമായിട്ട് മാറിയിട്ടുമുണ്ട്. അപ്പോൾ സിനിമ എന്നുള്ളത് അത്യന്തികമായിട്ട് ആളുകളെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യിപ്പിക്കുകയും ആളുകൾക്ക് അതിൽ നിന്ന് കൃത്യമായ ആളുകളെ
പിടിച്ചിരുത്തുകയും ആളുകൾക്ക് അതിനെ കാണാനുള്ള സംഗതികൾ, കണ്ടന്റുകൾ അതിൽ ഉണ്ടാവേണ്ടതുമുണ്ട്. അത് ഉണ്ടെങ്കിൽ മാത്രമാണ് സിനിമ വിജയിക്കുകയുള്ളൂ. അല്ലാതെ റിവ്യൂവേഴ്സിന്റെ റിവ്യൂ കണ്ട് ചില ആളുകൾ പോകാതിരിക്കുന്നുണ്ടാകാം. ഉണ്ണി വ്ളോഗ്സിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ മാത്രമാണ് ഉണ്ണി വ്ളോഗ്സിന്റെ റിവ്യൂ കണ്ട് സിനിമക്ക് പോകാതെ നിൽക്കുകയുള്ളൂ. അല്ലാതെ സാധാരണക്കാരായ മലയാളികളായ മുഴുവൻ ആളുകളും ഏതെങ്കിലും യൂട്യൂബേഴ്സിന്റെ റിവ്യൂ കണ്ട് ഒരു ഡിസിഷനിൽ എത്തുന്നവരല്ല. അവർ പൊതുവായിട്ട് ഒരു സിനിമ കണ്ടാൽ ആളുകൾ ഏത് രീതിയിൽ അഭിപ്രായപ്പെടുന്നു എന്നുള്ളത് നോക്കിയിട്ട് നല്ല പോസിറ്റീവായ റിപ്പോർട്ടുകൾ എല്ലായിടത്തുനിന്നും വന്നാൽ മാത്രമാണ് ആളുകൾ സിനിമ കാണുന്നുള്ളൂ. അതല്ലാതെ ചില നടന്മാരുടെ കാര്യത്തിൽ അവർക്ക് ഫാൻസ് ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ട് എങ്ങനെ സിനിമ ഇറക്കിയാലും അത്തരം സിനിമകൾ അവരുടെ ഫാൻസ് കാണുമെന്നല്ലാതെ അതൊക്കെ ഒരു തരത്തിലുള്ള ആക്ഷൻ മസാല പടങ്ങൾക്ക് മാത്രമാണ് അത്തരം കാഴ്ചക്കാരെ കിട്ടുക എന്നുള്ളത്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം സിനിമകൾ ഇറക്കുമ്പോൾ ഇത് ഇറക്കുന്ന സമയത്ത് തന്നെ ഇത്തരം സിനിമകളുടെ ഗതി എന്താവുമെന്ന് മനസ്സിലാക്കി കാണാൻ ഇത്തരം പ്രൊഡ്യൂസർമാർക്ക് സാധിക്കേണ്ടതുണ്ട്. സിനിമ എന്നുള്ളത് ജയവും പരാജയവും ഒക്കെയുള്ള മേഖലയാണ്. അതിൽ ജയവും പരാജയങ്ങളും ഉണ്ടാവാറുണ്ട്, വിജയങ്ങളും ഉണ്ടാവാറുണ്ട്. ആ വിജയങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രം അത് റിവ്യൂവേഴ്സിന്റെ ഗുണമായും, പരാജയങ്ങൾ ഉണ്ടാവുമ്പോൾ അത് റിവ്യൂവേഴ്സ് കാരണമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിൽ അതിനെ കൊണ്ട് കാണേണ്ടത് കാര്യമില്ല. നേരത്തെ അശ്വന്ത് ഗോക്കിന്റെ കാര്യത്തിലാണ് ഇത്തരം വലിയ വിഷയങ്ങൾ ഉണ്ടായത്. അശ്വന്ത് ഗോക്ക് ആക്ഷേപിക്കുന്നു, ആക്ഷേപപരമായി പറയുന്നു, നെഗറ്റീവ് റിവ്യൂ ഇടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രൊഡ്യൂസർ കേസ് കൊടുക്കുകയും മറ്റൊരു പ്രൊഡ്യൂസർ ഭീഷണിപ്പെടുത്തുകയും അശ്വന്ത് ഗോക്ക് എന്ന റിവ്യൂവർ കേരളത്തിൽ പല സിനിമകളെ പറ്റിയും പലതരത്തിലുള്ള റിവ്യൂ ചെയ്തിട്ടുണ്ട്. വളരെ രൂക്ഷമായ വിമർശനങ്ങൾ അയാളുടെ യൂട്യൂബിൽ നടത്താറുണ്ട്. എന്നിട്ട് അത്തരം ആരെയും കൂസാതെ റിവ്യൂ ചെയ്ത് സംസാരിക്കുന്ന അശ്വന്ത് ഗോക്ക് പോലും ഒരു സിനിമയുമായി ബന്ധപ്പെട്ട റിവ്യൂവിൽ ആ റിവ്യൂ പോലും ഡിലീറ്റ് ചെയ്ത് പിന്മാറേണ്ടി വന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉണ്ണീസ് വ്ളോഗ്സിനെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും രൂക്ഷമായി പ്രതികരിക്കാത്ത ഉണ്ണി വ്ളോഗ്സ് ഇത്തരത്തിൽ ചെയ്തതിൽ അത്ഭുതമൊന്നുമില്ല. ആർക്കായാലും ഉണ്ണി വ്ളോഗ്സ് തന്നെ 2 വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവിടെ നിയമവും സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അത് ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയൊക്കെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അത് കോടതികളിലൊക്കെ എത്തിയിട്ടാകുമ്പോഴാണ് എനിക്കിപ്പോൾ ജീവിച്ചു പോകണമെങ്കിൽ ഈ യൂട്യൂബിനെ വരുമാനമാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഇത്തരം സംഗതികൾ, വിവാദങ്ങളിൽ ചെന്ന് ഇതിന്റെ പിന്നാലെ നടക്കാൻ എനിക്ക് പറ്റുകയില്ല. എന്നെ കുറെ പേര് പിന്തുണച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരം സംഗതികൾ ഉണ്ടാവുമ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ മാത്രമേ നിർവാഹമുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു സംഗതി വെച്ചിട്ടാണ് അയാൾ തന്റെ വീഡിയോ നീക്കം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ സിനിമാ മേഖലയിലുള്ള പ്രൊഡ്യൂസർമാരും ആളുകളും റിവ്യൂ ചെയ്യുന്ന ആളുകളെയും അഭിപ്രായം പറയുന്ന ആളുകളുടെയും മേഖലയൊക്കെ കുതിര കയറി ഭീഷണിപ്പെടുത്തിയും കേസുകൾ കൊടുത്തും ഒക്കെ ഇത് ഇല്ലാണ്ടാക്കാൻ നോക്കിയാൽ ആത്യന്തികമായി സിനിമ വിജയിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾ നല്ല സാധനം ഇറക്കിയാൽ, നല്ല കണ്ടന്റ് ഇറക്കിയാൽ, നല്ല സംഗതികൾ ഇറക്കിയാൽ അത്തരം സിനിമകൾ വിജയിക്കാറുണ്ട്. അത് ഒരു റിവ്യൂവേഴ്സിന്റെയും ഒരു ആളുകളുടെയും ആവശ്യമില്ല. അത് ജനങ്ങൾ തിയേറ്ററുകളിലെത്തി വിജയിപ്പിക്കാറുമുണ്ട്, നല്ല അഭിപ്രായം വരാറുമുണ്ട്. നിങ്ങൾ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടോ, നിങ്ങൾ ഇല്ലാതാക്കിയത് കൊണ്ടോ, നിങ്ങൾ പേടിപ്പെടുത്തിയത് കൊണ്ടോ സിനിമകളുടെ വിജയ ജയപരാജയങ്ങളെ അത് നിർണ്ണയിക്കില്ല എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.